ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിൽ വിളമ്പുന്ന കക്കിരി കൊണ്ടുള്ള കിച്ചടിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തത് 4 കക്കരിയാണ്. ഇതിൻ്റെ 2 അറ്റം മുറിച്ച് തൊലിയെല്ലാം കളഞ്ഞ് നടുഭാഗം മുറിച്ചെടുത്ത് വീണ്ടും പകുതി ഭാഗം 2ആക്കി മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതാക്കി അരിഞ്ഞെടുക്കണം. വേവിക്കാനുള്ള പാനിലേക്ക് അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേകുന്നതുവരെ മൂടി വെക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടി തേങ്ങ ചിരവിയത്, 4 പച്ചമുളക് മുറിച്ചെടുത്തത്, 3/4 ഗ്ലാസ് പുളിയില്ലാത്ത തൈര് ഒഴിച്ച് നൈസാക്കി അരച്ചെടുക്കാം. വെള്ളമൊട്ടും ചേർക്കാതെ അരച്ചെടുത്തത് ബൗളിലേക്കാക്കി മാറ്റി വെക്കാം. 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നപ്പോൾ വേവിക്കാൻ വെച്ച കക്കരി അധികം വെള്ളം വറ്റിച്ചെടുക്കാതെ തന്നെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് തീ ലോ ഫ്ലെയിമിലാക്കി 1/2 ഗ്ലാസ് അധികം പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീ ഓഫാക്കിയ ശേഷം ഈ ചൂടിൽ തന്നെ 1 ടീസ്പൂൺ കടുക് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം എടുക്കാവുന്നതാണ്. പച്ചടിയിൽ നമ്മൾ കടുക് അരച്ചാണ് ചേർക്കുന്നത്, ഇതിൽ ചതച്ചാണ് ഇടുന്നത്. അതാണ് വ്യത്യാസം. തീ ഓണാക്കി ലോ ഫ്ലെയിമിലാക്കി ചൂടായി വരുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കളർ മാറി മൂത്ത് വരുമ്പോൾ കിച്ചടിയിലേക്ക് ചേർത്ത് 5 മിനിറ്റ് മൂടി വെച്ചതിനു ശേഷം എടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല രുചിയുള്ള കിച്ചടി ഇവിടെ തയ്യാറാക്കിയെടുത്തു. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഫീഡ്ബാക്കും ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.